സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുളി ഇഞ്ചി ഉണ്ടാക്കാം. ഇത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇത് ആളുകൾ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പൊടികൾ വറുക്കാതെയും വറുത്തും ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിഷ്ടം പൊടി ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ്. കരിയാതെ വറുത്തെടുക്കണം. ഇഞ്ചി കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് വയറ്റിനും വളരെയധികം നല്ലതാണ്. പച്ചമുളക് ഇടുന്നത് കൊണ്ട് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. അതിലേക്ക് ഒരു 10 പച്ചമുളകും ചെറുതായി മുറിച്ചതും 2 ഇഞ്ച് കനത്തിൽ മുറിച്ചെടുത്ത ഇഞ്ചിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. രണ്ടും ചെറുതായി മുറിച്ചെടുക്കണം. വറുത്തെടുക്കാൻ ഓയിൽ കുറവാണ് എന്ന് തോന്നിയാൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അധികം ഓയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നത്. ഇനി ഒരു വലിയ പുളിനാരങ്ങ വലുപ്പത്തിൽ പുളിയൊന്ന് പിഴിഞ്ഞെടുക്കാം. ഈ നല്ലതുപോലെ ബ്രൗൺ കളറായ ഇഞ്ചിയിലേക്ക് ഈ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വറുത്തെടുത്ത് അവസാനം ഇട്ടാലും മതി. പക്ഷേ എനിക്കിഷ്ടം ആദ്യം തന്നെ ഇടുന്നതാണ്. ബാക്കിയുള്ള കുറച്ച് പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഇടുമ്പോൾ ഇഞ്ചിയുടെ സ്വാദെല്ലാം ഈ കറിയിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇടുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കാം. പുളിയിഞ്ചി ഉണ്ടെങ്കിൽ സദ്യ കഴിച്ചാൽ ഒരു തൃപ്തി വരും. ഇനി ഇതിലേക്ക് ഒരച്ച് ശർക്കര ഉരുക്കി അരിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. ഇലയിൽ ഒഴിച്ചാൽ ഒഴുകിപ്പോവരുത്.
ഒരു കുറുകിയ പാകം, കട്ടയുമാകരുത്. അതാണ് പുളിയിഞ്ചിയുടെ പാകം. ഇനി ഈ ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഇനി ഉലുവ വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിലും 2 നുള്ളി കടുകുമാണ് ഞാനിതിലേക്ക് ഇട്ടത്. ഒരു നുള്ളി ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് കൂടി പൊട്ടിച്ചിട്ടാം. ഇതൊന്ന് ഇളക്കിയ ശേഷം കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കറിയാണ് ഇത്. പുളിയിഞ്ചിയുടെ മണം സൂപ്പർ തന്നെ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.